അൽ ഹിക്കായത്തുൽ ഹാദിയത്തു വസ്സലാസൂന 31-ാമത്തെ ഹിക്കായത്ത്. ദിന്നൂനിൽ മിസ്രി. ദിന്നൂനിൽ മിസ്രി തങ്ങളെ തൊട്ട് തന്നെയാണ് ഉദ്ധരിക്കപ്പെടുന്നത്. അയ്ലൻ വീണ്ടും പറഞ്ഞ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മുമ്പൊരു ഹിക്കായത്ത് പറഞ്ഞല്ലോ മഹാനവരെ തൊട്ട് 30-ാമത്തെ, അതുപോലെ തന്നെയാണ് ഇതും. റളിയല്ലാഹു അൻഹു ദിന്നൂനിൽ മിസ്രി അയ്ലൻ റളിയല്ലാഹു അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഖാല ദിന്നൂനി തങ്ങൾ പറയുന്നു, ബലഗനി എനിക്ക് കിട്ടി വിവരം. എന്താ വിവരം കിട്ടിയത്? അന്ന ബി ജബരിൽ മുഖത്തിമി, ജബൽ മുഖത്തിമ് എന്ന് പറയുന്നൊരു പർവ്വതമുണ്ട്. മുഖത്തിമ്, ജബൽ മുഖത്തിമ്. ആ പർവ്വതത്തിലുണ്ട് ജാരിയത്തൻ ഒരു സ്ത്രീ, മുതഅബ്ബിദത്തൻ അല്ലാഹ് ആരാധിച്ചു കഴിയുന്നൊരു പെൺകുട്ടിയുണ്ട്. എവിടെ? ആ പർവ്വതത്തിൽ എന്നൊരു വിവരം എനിക്ക് കിട്ടിയപ്പോൾ ഫഅഹബബ്തു ലിഖാഹ എന്ന ആ പെണ്ണിനെ കാണാൻ എനിക്കൊന്ന് വളരെയധികം ആഗ്രഹമുണ്ടായി. അങ്ങനെ ഖറജതു ഇലൽ മുഖത്തിം, ആ മുഖത്തിമിലേക്ക് ഞാൻ പുറപ്പെട്ടു. ആ പർവ്വതത്തിലേക്ക്, അവിടെയാണുള്ള പർവ്വതമുള്ളത്. അപ്പൊ മുഖത്തിം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഞാൻ പുറപ്പെട്ടു, ആ പർവ്വതത്തിൽ പോകാൻ വേണ്ടി. അതുലുബുഹ, ഈ പറയുന്ന പെൺകുട്ടിയെ തേടിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഫലം അജിദ്ഹ, ആ പെൺകുട്ടിയെ കാണാൻ കഴിഞ്ഞില്ല. വലഖീതു ജമാഅത്ത മിനൽ മുതഅബ്ബിദീന, അപ്പൊ അവിടെ അല്ലാഹു തആലാക്ക് ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന കുറെ ആൾക്കാരെ കാണാൻ കഴിഞ്ഞു. അതിൽപ്പെട്ട ഒരു സംഘത്തെ ഞാൻ കണ്ടുമുട്ടി. അങ്ങനെ ഫസഅൽതുഹും അൻഹ, ഈ പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് ഞാൻ ചോദിച്ചു. ഇങ്ങനൊരു പെൺകുട്ടി ഇവിടെ ഉണ്ടല്ലോ, അത് എവിടെയാണ് ചോദിച്ചു. അപ്പൊ ഖാലു, അപ്പൊ അവരെല്ലാവരും പറഞ്ഞ മറുപടി, തത്റുകുൽ ഉഖലാഅ വതസ്അലു അനിൽ മജാനീന, ബുദ്ധിമാന്മാരായ ആൾക്കാരൊക്കെ ഇവിടെ എത്രയുണ്ട്, അവരൊന്നും നിനക്ക് വേണ്ട, താങ്കൾക്ക് വേണ്ടത് ഭ്രാന്തന്മാരെ കുറിച്ചാണ് താങ്കൾ ചോദിക്കുന്നത് എന്നാ. ഇത് പറഞ്ഞപ്പോ മനസ്സിലായി മഹാനവറുകൾക്ക് ആ കുട്ടിയെ പറ്റി, ആ പെണ്ണിനെ പറ്റി ഇവരെല്ലാവരും ഭ്രാന്തന്മാരായി കണക്കാക്കിയിരിക്കുകയാണ്. അവരല്ലാത്തവരൊക്കെ ബുദ്ധിമാന്മാരും ആവട്ടെ. എന്താ ദിന്നൂൻ മിസ്രി തങ്ങൾ പറയുന്നത്? കൊൽത്തു, അപ്പൊ ഞാൻ പറഞ്ഞു, ദുല്ലൂനി അലിഹ, അവൾ എവിടെയാണ്, എനിക്കൊരു അറിയിച്ചു തരണമെന്ന് പറഞ്ഞു. വൈകാലത്ത് മജ്നൂനത്തൻ, അവൾ ഭ്രാന്തി ആയിക്കോട്ടെ, എന്തായാലും മാടൽ എനിക്ക് കാണണം, പറഞ്ഞു തരുന്നു. ഖാലു, അങ്ങനെ അവസാനം അവർ മറുപടി കൊടുക്കുന്നു, ഹിയ, താങ്കൾ അന്വേഷിക്കുന്ന ആ ഭ്രാന്തിയായ പെണ്ണ്, അവള് ഫിൽ വാദിൽ ഫുലാനി, ഇന്നാലിന്റെ സ്ഥലത്തേക്ക് പോയിക്കോ, അവിടെ പോയൊരു ചെരു കാണും, അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വദഹബുത്തു, അവര് പറഞ്ഞ അഡ്രസ്സിൽ ഞാൻ അങ്ങ് പോയി. വാദി, ആ പറയുന്ന ചെരുവിലേക്ക് ചെന്നു. ഫലമ്മ അശ്റഫ്തു അലിഹ, അങ്ങനെ ഞാൻ ചെന്നപ്പോ അവൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതായത് അവിടെ മേലിൽ ഞാൻ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ, വെളിപ്പെട്ടപ്പോ എന്ന് പറഞ്ഞാൽ കാണാൻ കഴിഞ്ഞപ്പോൾ. സമയത്തു, ഞാൻ കേട്ടുപോയി, സൗത്തൻ ഹസീനൻ, അവ കണ്ടിട്ടില്ല കേട്ടോ. ഫലമ്മ അസ്റഫ്തു അലിഹ, അവളുടെ മേലില് ഞാൻ എന്താണെന്നറിയാമോ വെളിപ്പെട്ട്. അവളെ കണ്ടിട്ടില്ല, വെളിപ്പെടാണ്. അങ്ങനെ കണ്ടുമുട്ടാൻ നിന്നപ്പോൾ സമയത്തു സൗത്തൻ ഹസീൻ, ദുഃഖിക്കുന്ന ഒരാളുടെ ശബ്ദമാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഒരു ദുഃഖത്തിന്റെ ശബ്ദമാണ്. ഒഹുവായി യഖൂലു, എത്തരത്തിൽ ആ ശബ്ദം ഇങ്ങനെ പറയുന്നുണ്ട്, ദുഃഖിച്ചുകൊണ്ടെന്ത് പറയുന്നു? യാദല്ലദീ അനസൽ ഫുആദു ബിദിക്രിഹി അന്തല്ലദീ മാ ഇൻ സിവാക ഉരീദു. ഇതാണ് ആ ദുഃഖത്തോടുകൂടെ പറയുന്ന പാട്ട്. യാദല്ലദീ, ആ ഒരുത്തനെ, അനസൽ ഫുആദു ബിദിക്രി, ആ ഒരുത്തനെ ഓർക്കൽ കൊണ്ട് ഹൃദയം അതാ എന്തായിട്ടുണ്ട്, നേരം പോക്കായിട്ടുണ്ട്, അതൊരു വിനോദമായിട്ടുണ്ട് ആ ആളെ കുറിച്ച് ഇങ്ങനെ ഓർക്കൽ. അൻതല്ലദീ, നീയാകുന്നത് ഒരുത്തനാണ്. എങ്ങനത്തെ ഒരുത്തൻ? മാ ഇൻ സിവാക ഉരീദു, നിന്നെയല്ലാതെ മറ്റാളെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നിന്നെ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പടച്ചവനെ. നിന്നെ ഓർക്കുമ്പോഴാണ് മനസ്സിനകത്ത് നല്ല സന്തോഷം ഉണ്ടാവും, അങ്ങനെയുള്ളവനേന്ന. ഇതാണ് ഞാൻ കേൾക്കുന്ന ശബ്ദം. കാല ദിന്നൂനിൽ മിസ്രി തങ്ങൾ പറയാ, പത്തമഴത്തു സൗത്ത, അപ്പൊ ആ ശബ്ദം കേട്ടപ്പോ ആ ഭാഗത്തേക്ക് ഞാൻ തുടർന്നു ചെന്നു. അങ്ങനെ നോക്കുമ്പോ ഫഇദൻ ബിജാരിയത്തിൻ, ഒരു പെണ്ണിന്റെ അരികെ എത്തി.
ജാരിസത്തിൻ അലാ സഹറത്തിൻ അദീമത്തിൻ, വലിയൊരു പാറക്കല്ലുണ്ട്. ആ പാറിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നൊരു പെൺകുട്ടി എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പൊ സല്ലം തു അലീഹ, അങ്ങനെ ഞാൻ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്ക് യാ ഉഖ്തി എന്ന് പറഞ്ഞു. ഫറദത്ത് അലൈഹിസ്സലാം, അങ്ങനെ അലൈക്കസ്സലാം എന്ന് ഇങ്ങോട്ടും മടക്കി. എന്നിട്ട് വഖാലത്ത്, ആ പെൺകുട്ടി ആ മഹദി പറഞ്ഞു, യാദന്നൂൻ. അപ്പൊ പേര് വിളിച്ചു ചോദിച്ചാണ്. യാദന്നൂൻ, ഏതന്നൂനേ എന്ന് വിളിച്ചു. മാലക്ക ഒരു മജാനീന, താങ്കൾക്ക് എന്താണ്, ഭ്രാന്തന്മാർക്ക് എന്താണ്, തത്ലുബുഹും, താങ്കൾ ഭ്രാന്തന്മാരെ അന്വേഷിച്ചു കൊണ്ടുവരുന്നു, നിങ്ങൾക്ക് എന്താണ് ചോദിച്ചു. വഖുൽതുലഹ, അപ്പൊ ഞാൻ എന്തായി ആ ജാരിയത്തിനോട് ചോദിച്ചു, അന്ത മജ്നൂനത്തുൻ, താങ്കൾ ഭ്രാന്തിയാണോ, എനിക്കതിനെ പറ്റി അറിയില്ലാന്നാണ്. വഖാലത്ത്, അപ്പോൾ മഹദി പറയുന്നു, ലൗലം അകുൻ മജ്നൂനത്തൻ, ഞാൻ ഭ്രാന്തി അല്ലാന്ന് വെക്ക, ആയിട്ടില്ല എങ്കിൽ മാനൂദിയ അലയ്യ ബിൽ ജുനൂൻ, എന്ന ഭ്രാന്ത് എന്നൊരു നാമകരണം എന്റെ മേലിൽ വിളിക്കപ്പെടുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഭ്രാന്തി ആയതുകൊണ്ടല്ല എല്ലാരും എന്നെ ഭ്രാന്തിയാക്കിയത്. വഖുൽതുലഹ, അങ്ങനെ പറഞ്ഞപ്പോൾ ദിന്നൂനി മിസ്രി തങ്ങൾ പറയുക, ആ ജാരിയത്തിനോട് ഞാൻ ചോദിച്ചു, മല്ലതി ജന്നനക്ക, താങ്കളെ, അതായത് ജനങ്ങളുടെ, അല്ലതി ജന്നനക്കിത, നിന്നെ എന്ത് ചെയ്യുന്നറിയാമോ, എല്ലാവരെ തൊട്ടും അകറ്റി നിർത്തിയിരിക്കുന്നു, ദൂരത്താക്കിയ കാര്യം എന്താണ്? കാലത്ത് യാതന്നൂൻ, അപ്പോൾ ആ ജാരിയത്ത് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു ദിന്നൂൻ മിസ്രി തങ്ങളുടെ മുന്നിൽ. അതായത് ഹുബ്ബുഹു, പടച്ച റബ്ബിനുള്ള സ്നേഹം, ജന്നനി എന്നെ അകറ്റി എല്ലാവരിൽ നിന്നും, ഷൗഖുഹു, പടച്ച റബ്ബിനുള്ളതായിരിക്കുന്ന ഹുബിന്റെ അപ്പുറത്തുള്ളൊരു ആഗ്രഹം, ഷൗഖ്, അതും സ്നേഹമാണ്, ശക്തമായ സ്നേഹം. അതെന്തായെന്ന് പറയാമോ, ഹയ്യമനി, അത് എന്നെ ഇളക്കി, എന്നെ വല്ലാതെ എന്താക്കിയെന്നറിയാമോ, എല്ലാവരെ തൊട്ടും എന്നെ ഒഴിവാക്കി ദൂരത്താക്കി. വജിദുഹു അഖലഖനി, അങ്ങനെ ഞാൻ എന്താണെന്നറിയാമോ, ആ അള്ളാഹുടെ പ്രേമം അത് എന്നെ വളരെ, അത് പ്രേമം തന്നെയാണ്, എന്നെ ആകണ്ട് ഇളക്കി, മനസ്സിന് സമാധാനമില്ലാതെ വല്ലാത്തൊരു വിഷമമായി. ഇതാണ് എന്റെ അവസ്ഥ. കാരണം ഓരോന്നും വിശദീകരിക്കുന്നുണ്ടല്ലോ അവിടെ. ഹുബ് എന്താണ്, ഷൗഖ് എന്താണ്, വജിദ് എന്താന്ന് പറയാം. അങ്ങനെ പറയാൻ കാരണം എന്താ, അന്നൽ ഹുബ്ബ, സ്നേഹം, പ്രിയം, പ്രേമം, ബിൽ ഖൽബി, ഹൃദയത്തിലാണ്. വശൗഖ ബിൽ ഫുആദി, ഹൃദയത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒന്നാണ് ഫുആദ്, അതിൽ നിൽക്കുന്ന ഒന്നാണ് ഷൗഖ്. വൽ വജ്ദ് ഫി സിർരി, ഖൽബും ഫുആദും കഴിഞ്ഞ് സിറുണ്ട്, ആ സിറ് നിൽക്കുന്ന ഒന്നാണ് വജ്ദ്. അതുകൊണ്ടാണ് ഇതൊക്കെ എനിക്കുണ്ടായത്. ഈ നിലക്കാണ് ഞാൻ അകന്നു പോയത്. അപ്പൊ ഞാൻ ചോദിച്ചു, യാ ജാരിയത്തു, ജാരിയെ, അൽ ഫുആദു വൈറുൽ ഖൽബി, ഫുആദ് ഖൽബ്, ഇതാണ് ദിന്നൂനി മിസ്രി തങ്ങൾക്കുള്ള സംശയം. ഫുആദ് എന്ന് പറഞ്ഞാലും ഹൃദയമാണ്, ഖൽബ് എന്ന് പറയുന്നത് ഹൃദയമല്ലേ. അപ്പൊ ഖൽബല്ലാത്തൊരു ഫുആദ് ഉണ്ടോ എന്ന ചോദ്യം. അപ്പൊ കാലത്ത് അപ്പോൾ മഹദി പറഞ്ഞു കൊടുക്കുന്നു, നഅം, ഉണ്ടല്ലോ. അൽ ഫുആദു, ഫുആദ് എന്ന് പറഞ്ഞാൽ നൂറുൽ ഖൽബ്, ഖൽബ് എന്ന് പറയുന്ന മാംസപിണ്ഡത്തിൽ നിൽക്കുന്ന ഒരു പ്രഭയാണ് ഫുആദ്. അപ്പൊ സിറോതാണ്, സിറ് നൂറുൽ ഫുആദ്, മാംസപിണ്ഡമാവുന്ന ഖൽബിൽ തിളങ്ങുന്ന പ്രഭയായ ഫുആദ്, ആ ഫുആദിന്റെ നൂറാണ് സിറ്. അപ്പൊ വൽ ഖൽബു യുഹിബ്ബു, ഹൃദയം സ്നേഹിക്കുന്നു. വൽ ഫുആദു യസ്താഖു, ഖൽബ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഖൽബിന്റെ പ്രഭയാകുന്ന ഫുആദ് യസ്താഖു, അത് ആശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓ സിറു, ഫുആദിന്റെ പ്രഭയാകുന്ന സിറ് അല്ല നൂറ്, ആ നൂറ് യജിദു, അതും പ്രേമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ കൊൽത്തു, ഞാൻ ചോദിച്ചു, വമാ യജിദു, എന്താണ് യജിദ്? അപ്പൊ സിറ് എന്ന് പറഞ്ഞാൽ യജിദ് എന്ന് പറഞ്ഞാൽ എത്തിക്കുന്ന അർത്ഥം, അങ്ങനെയാണ്. അപ്പൊ സിറിലേക്ക് എത്തുമ്പോ യജിദു, എത്തിക്കും എന്നായല്ലോ. അപ്പൊ കൊൽത്തു, ഞാൻ ചോദിച്ചു, വമാ യജിദു, എന്തെത്തിക്കും? കായത്ത്, അപ്പോൾ ആ ജാരിയത്ത് പറയാണ്, യജിദുൽ ഹഖ, ഹക്കെത്തിക്കാൻ കഴിയും, യഥാർത്ഥത്തിനെത്തിക്കാൻ കഴിയും, അതാണ്. അപ്പൊ അതാണ് ഹുബ്ബുഹു ജന്നനി വ ഷൗഖുഹു ഹയ്യമനി വ വജിദുഹു അഖ്ലഖനി എന്നാണ്. കൊൽത്തു, അപ്പൊ ഞാൻ ചോദിച്ചു, വകൈബ യജിദുൽ ഹഖ, എങ്ങനെയാണ് ഈ ഹക്കിനെത്തിക്കാൻ കഴിയാന്ന് ചോദിച്ചു. ഹക്ക് തന്നെ അള്ളല്ലേ,
ആ അള്ളാഹിനെ എത്തിക്കാൻ കഴിയില്ല എങ്ങനെയാന്ന് ചോദിച്ചു. കാലത്ത് യാതന്നൂൻ, അപ്പോ മഹദി പറഞ്ഞു കൊടുക്കുകയാണ് ധൂനെ ബിജിദാൻ ഹക്ക്, ഹക്കിനെ എത്തിക്കുക എന്നുള്ളത് ബിലാ കൈഫിൻ, അതെങ്ങനെയെന്ന് പറയാൻ പറ്റൂല. അതിന്റെ രൂപങ്ങൾ എങ്ങനെയൊന്നും പറയാൻ പറ്റുകയില്ല, എത്തിക്കാൻ കഴിയും. സുമ്മാൻഷാദ് തഖൂലു, പിന്നെ പാടിക്കൊണ്ട് പറയുന്നു, ഇൻകുന്തു ബിൽ വജ്ദി മൗജൂദൻ ഫലാ വജദ്തു നഫ്സി വുജൂദുക ഇല്ലാ ബഅദ മൗജൂദി. ഇൻകുന്ത ബിൽ വജ്ദി മൗജൂദൻ, അപ്പൊ ഇൻകുന്ത താങ്കളാണെങ്കിൽ, ബിൽ വജ്ദി മൗജൂദൻ ഇവിടെ പ്രേമിക്കൽ കൊണ്ട് മൗജൂദാണെങ്കിൽ, വലാ വജത്ത നഫ്സി, അപ്പൊ എന്റെ നഫ്സിനെ താങ്കൾ എത്തിക്കുകയില്ല. വലാ വജത്ത നഫ്സി, എന്റെ നഫ്സിനെ താങ്കൾക്ക് എത്തിക്കാൻ കഴിയൂല. പിന്നെ വുജൂദുക്ക, നിന്റെ ഉണ്ടാവലോ, ഇല്ലാ ബഅദ മൗജൂദി, നിന്റെ മൗജൂദിന്റെ ശേഷമല്ല താങ്കളെ മൗജൂദ് ഉണ്ടാവുമോ? ഞാൻ ഉണ്ടായിട്ടല്ലേ നിങ്ങൾ ഉണ്ടാവുള്ളൂ. എന്നെ പ്രേമിക്കണമെങ്കിൽ ഞാൻ ഉണ്ടാവണ്ടേ? അപ്പൊ എന്റെ ശേഷമാണ് താങ്കൾ ഉണ്ടാവല്. പ്രേമിക്കൽ കൊണ്ട് താങ്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ നഫ്സിനെ താങ്കൾക്ക് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. കിട്ടണമെങ്കിൽ എന്താണ്? എന്റെ മോചനേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് ഈ ഹക്കിനെത്തിക്കുക എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും? ഒക്കൊൽത്തു, അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ജാരിയത്തെ മാ സ്വതക്ക വിജിദാനക്കൽ ഹക്കി, ഹക്കായ അള്ളാഹുവിനെ വിജിദാനിക്കുന്നല്ലേ. മാ സ്വതക്ക വിജിദാനക്കിൽ ഹക്കി, ഹക്കിനെ താങ്കൾ എത്തിച്ചു, അതിനെ സത്യമാക്കുന്ന കാര്യം എന്താണെന്ന് പറയാൻ പറ്റുമോ? അതിന് സത്യം എന്താ? ഇപ്പൊ വക്കത്ത് പൂക്കാൻ ശരീര, അപ്പൊ പിന്നെ മഹദി അതിശക്തമായി കരഞ്ഞുപോയി. അതാ കാലത്ത് നഫ്സുക തഫീലു, ആത്മാവ് പോകാൻ എടുക്കുകയായി നിൽക്കുക. സുമ്മ വസിയ അലിഹ, പിന്നെ ബോധരഹിതയായി. പരമ അഫാക്കത്ത്, ബോധം തെളിഞ്ഞപ്പോ നാദത്ത്, മഹദി വിളിക്കുന്നു തൊക്കൂല് പറഞ്ഞുകൊണ്ട്, അവ്വാഹ് അവ്വാഹിംക, നിന്നെ തൊട്ട് അകലെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് വിളിക്കുന്നു. സുമ്മ അൻസാദ് തഖൂൽ, പിന്നെ പാട്ടും പാടി പറയാണ്, ഫവജിദി ബിഹി വജ്ദും ബിവജ്ദി വുജൂദിഹി വവജ്ദു വുജൂദിൽ വാജിദീന ലഹീബു. ആ ഒരുത്തരോട് എന്റെ പ്രേമം അതെന്താ? അവൻ ഉണ്ടാവുക എന്ന പ്രേമം കൊണ്ടുണ്ടായതാണ്. അവനുണ്ടാവണം, അങ്ങനെ ഉണ്ടാവുക എന്നൊരു പ്രേമം കൊണ്ടുണ്ടായതാണ് അവനോട് എന്റെ പ്രേമം. പിന്നെ വജുദുൽ വാജിദീന ലഹീബു, ഇവിടെ വാജിദീങ്ങളായ ഉള്ള ആൾക്കാരുണ്ട്, ഇവിടെ പ്രേമിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ വുജൂദുണ്ട്. അങ്ങനെ പ്രേമിക്കുന്നവരുടെ വുജൂദിന്റെ പ്രേമം അതിങ്ങനെ കത്തിയാളിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എന്റെ യജമാനായ അള്ളാഹുള്ള പ്രേമത്തിലാണ് ഞാൻ. ആ പ്രേമത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ മരിച്ചു വീഴുകയാണെങ്കിൽ എനിക്ക് കഴിച്ചിലായി. ഫൈനൽ മനായ ഫിൽ ഫുആദി തതീബൂന, ഹൃദയങ്ങളിൽ കൂടെ കടന്നുകൊണ്ടിരിക്കുന്ന കൊതികൾ ഇങ്ങനെ പാറി പറഞ്ഞ് നന്നായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹൃദയങ്ങളിലതായിരിക്കുന്ന ഓരോ കൊതികൾ തതീബു, അത് നന്നായി കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. അപ്പൊ മരിക്കുകയാണെങ്കിൽ ഇപ്പോ പടച്ച റബ്ബിനുള്ള സ്നേഹത്തിലായി മരിച്ചാൽ നല്ലതാണെന്നായി. സുമ്മ സ്വാഹത്തു സ്വൈഹാത്തൻ, പിന്നെ ഒറ്റ അട്ടഹാസം ഇട്ടിട്ട് പോയി. അപ്പൊ കാലത്ത് ഹാക്കദാ യമൂതു സാദിഖൂന, ഇങ്ങനെ പടച്ച റബ്ബിനെ യഥാർത്ഥത്തിൽ കണ്ടെത്തിയ ആൾക്കാർ ഇങ്ങനെ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. വസിയാലിക സാഅത്തൻ, കുറച്ചു നേരം മഹദി ബോധരഹിതമായി കടന്നു. ഹറഗതുക, മഹാനവർ പറയുന്നു, ഞാൻ നിളക്കി നോക്കി. വൈദൻ ഹിയ മൈത്തത്തുൻ, അത് പാട്ടും പാടി മഹദി അങ്ങ് മരിച്ചു. ഫതറബതു ഷൈഅൻ അഹ്ഫുറു ലഹ ബിഹി ഖബറൻ, ഖബറ് മഹദിയെ ഖബറെടുക്കാൻ പറ്റുന്ന ഒരു കുഴി കുത്താൻ പറ്റുന്ന ആയുധം തേടി നടന്നു നോക്കി. വൈദൻ ഹിയ കത് ഒയ്യിബത്ത് അന്നി, പക്ഷേ ഖബറെടുക്കേണ്ടി വന്നില്ല. എന്നെ തൊട്ട് ആ മഹദിയെ മറക്കപ്പെട്ടിരിക്കുകയാണ്, കാണാനില്ല. ഫലം മജിദ്ഹ, ഞാൻ അവൾ എത്തിച്ചില്ല.
റഹ്മത്തുള്ളാഹി അലൈഹ, പടച്ചറബിന്റെ കരുണ മാതിരി മേലുണ്ടായിരിക്കട്ടെ. ആ കരുണ കൊണ്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ആബിദത്തായിക്കുന്നൊരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു പോയി. കണ്ടുനോക്കുമ്പോൾ അവസ്ഥ ഇങ്ങനെ, ജനങ്ങൾക്ക് ഭ്രാന്തിയാണെങ്കിലും മഹദി ഭ്രാന്തി അല്ല. അങ്ങനെ പല പാട്ടുകളും പാടി കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചുകൊണ്ട് മഹാനവറുകൾ അവസാനം ആ പെണ്ണ് മരിച്ചിട്ടാണ് പിന്നെ പിരിയേണ്ടി വന്നത്. അതുവരെ ബന്ധമുണ്ടായിരുന്നു, കണ്ടും ചോദിച്ചൊക്കെ നടന്നു. അങ്ങനെ ആ പെണ്ണ് മരിച്ചു വീണു. മരിച്ചിട്ട് പോലും കബറടക്കാൻ നോക്കുമ്പോൾ കബർ കുയ്യുത്ത ആയുധമല്ല, മഹദിയെ കാണാനുമില്ല. ആ നിലക്കാക്കി അള്ളാഹു തആല ആദരിച്ച ആളുകളെ അവരൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കട്ടെ.